നമ്മളൊരു ലോങ് ട്രെയിൻ യാത്ര ചെയ്യുകയാണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ചോറിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഒരു പാത്രത്തിൽ അല്പം എണ്ണ ഒഴിച്ച് അതിൽ ജീരകം, കടുക്, ഉലുവ, അത് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണോളം ഉഴുന്ന് പരിപ്പ്, പിന്നെ വേണ്ടത് അതേപോലെ തന്നെ വറ്റൽമുളക്, ഇത്രയും ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു ഇടത്തരം വലിപ്പമുള്ള ചെറുനാരങ്ങയുടെ നീര് മൊത്തത്തിൽ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. അല്പം മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത്തിരി ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇത് ഉണ്ടാക്കുന്നത് ഞാൻ സാധാരണ നമ്മുടെ പൊന്നി അരി ചോറ് കൊണ്ടാണ്. നമ്മുടെ ബിരിയാണി റൈസും കൊണ്ടും ഇങ്ങനെ ഉണ്ടാക്കും. പക്ഷേ എനിക്ക് അതിലും നന്നായി തോന്നിയത് ഈ പൊന്നി അരിയുടെ ചോറ് കൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ലെമൺ റൈസ് തയ്യാറായി കഴിഞ്ഞ് ഇതാവുമ്പോൾ 2 ദിവസത്തേക്കൊന്നും ചോറ് കേടുകൂടാതെ നിൽക്കും. 2 ദിവസത്തെ ട്രെയിൻ യാത്രയൊക്കെ ആകുമ്പോൾ നമ്മൾ ക്യാൻറ്റീനിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്നതിലും നല്ലത് ഇങ്ങനെയല്ലേ. അപ്പോൾ ഇത് പാക്ക് ചെയ്യാണ്. അതുപോലെ തന്നെ ഇതിന് സൈഡ് ഡിഷായിട്ട് കൊണ്ടുപോകുന്നത് തൈരും അതേപോലെ തന്നെ മീൻ ഫ്രൈയുമാണ്. മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ മസാലയിൽ അല്പം വിനാഗിരി ഒഴിച്ച് ഫ്രൈ ചെയ്താൽ അതും കേടുകൂടാതെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒരു ലോങ് ട്രിപ്പൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായി കഴിക്കാൻ പറ്റും. താങ്ക് യു.